Hello friends, welcome to my English classroom. In this class, we are going to discuss about change of pronouns from direct speech to indirect speech. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഒരു സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പ്രോനൗണുകൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ് ഈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡയറക്റ്റ് സ്പീച്ച് എന്നും എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും ഇത്തരത്തിൽ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ടെൻസിലും മറ്റും എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് ഒരു സെൻറ്റൻസിനെ മാറ്റുമ്പോൾ പ്രോനൗണുകൾക്ക് എന്തെല്ലാം മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് പ്രോനൗണുകൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം. നൗണുകൾക്ക് പകരമായി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് പ്രോനൗണുകൾ. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ പ്രയോഗങ്ങളാണ് പ്രോനൗണുകൾ. ഇത്തരം പ്രോനൗണുകൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സോ വൺസ് അഗെയിൻ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ചേഞ്ച് ഓഫ് പ്രോനൗൺസ് ഫ്രം ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഒരു സെൻറ്റൻസിനെ മാറ്റുമ്പോൾ പ്രോനൗണുകൾക്ക് വരുന്ന മാറ്റത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, pronouns of the first person, I, in direct speech are changed in the indirect speech to the same person of the introductory verb. ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ എന്ന പ്രയോഗം, ഐ എന്ന പ്രോനൗണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് പറഞ്ഞ ആളോട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ടറി വെർബിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതായത് ഒറ്റയടിക്ക് നമ്മളിത് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെ കൃത്യമായിട്ട് ഈ കാര്യത്തെ ഒന്ന് വിശദമാക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കൂ. ജോൺ സെഡ് ഐ ആം ബിസി. ഒരു ഡയറക്റ്റ് സ്പീച്ച് സെൻറ്റൻസ് ആണ് ജോൺ സെഡ് ഐ ആം ബിസി എന്ന് പറയുന്നത്, അല്ലേ? ജോൺ ആണ് പറഞ്ഞിരിക്കുന്നത്, ജോൺ തന്നെയാണ് ബിസി, ഐ ആം ബിസി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത്? ജോൺ സെഡ് ദാറ്റ് ഹീ വാസ് ബിസി. ജോൺ സെഡ് ദാറ്റ് ഹീ വാസ് ബിസി. ജോൺ പറഞ്ഞു അവൻ ബിസിയാണ്. കൃത്യമായി നമുക്കറിയാം, ജോൺ പറഞ്ഞു ഞാൻ ബിസിയാണ്. അത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയപ്പോൾ ജോൺ പറഞ്ഞു അവൻ ബിസിയാണ് എന്ന് തന്നെയാണ് മാറ്റേണ്ടത്, അല്ലേ? അപ്പോൾ ആ കേസിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണ് ഹി എന്നാക്കി മാറ്റാനുള്ള കാരണം ജോൺ ആണ് പറഞ്ഞത് ഞാൻ ബിസിയാണ്. അപ്പോൾ ജോൺ പറഞ്ഞു അവൻ ബിസിയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മാറ്റാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഷീ സെഡ് ഐ ആം ബിസി. ഷീ സെഡ് അവൾ പറഞ്ഞു ഞാൻ ബിസിയാണ്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ബിസി. നമ്മളത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ബിസി എന്നായി മാറി. കാരണം എന്താ? ഷീ സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് ഷീ സെഡ് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ബിസിയാണ്. അത് മാറ്റുമ്പോൾ അവൾ പറഞ്ഞു അവൾ ബിസിയാണ്. അതായത് ഒരു പേര് വന്നപ്പോൾ നമ്മൾ കൃത്യമായി ഇത് ആണാണോ പെണ്ണാണോ തിരിച്ചറിഞ്ഞ് ഹി ഷീ ഉപയോഗിക്കുന്നു. അതുപോലെ ഇവിടെ ഷീ എന്ന് വന്നപ്പോൾ കൃത്യമായി നമ്മളതിനെ ഷീ എന്ന് ഉപയോഗിച്ച് തന്നെ മാറ്റുന്നു. ഐ എന്നുള്ളതിൻ്റെ മാറ്റമാണ് പറയുന്നത്. എന്നാൽ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളൂടെ നോക്കൂ. ഐ സെഡ് ഐ ആം ബിസി. ഞാൻ പറഞ്ഞു ഞാൻ ബിസിയാണ്. ഐ സെഡ് ഐ ആം ബിസി, അല്ലേ? അതെങ്ങനെയാണ് മാറ്റിയത്? ഐ സെഡ് ദാറ്റ് ഐ വാസ് ബിസി. ഞാൻ പറഞ്ഞു ഞാൻ ബിസിയാണെന്ന്. ഇവിടെ ഐ എന്നുള്ളത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയപ്പോൾ ഐ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആൾ ഐ തന്നെയാണ്, അല്ലേ? ഐ സെഡ് എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ കേസിൽ ജോൺ സെഡ് എന്നും രണ്ടാമത്തെ കേസിൽ ഷീ സെഡും എന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു? ഐ എന്നുള്ളത് ഹീ ആയിട്ടും ഷീ ആയിട്ടൊക്കെ മാറി. എന്നാൽ ഇവിടെ ഐ സെഡ് ഐ ആം ബിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡക്ടറി വെർബ്, അല്ലേ? ഇവിടെ സെഡാണ്. അത് ഇൻട്രൊഡക്റ്റ് ചെയ്യുന്ന ആൾ ആരാണ്? ഐ തന്നെയാണ്. ഇത്തരത്തിൽ ഐ സെഡ് ഐ ആം ബിസി, ഐ സെഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണിൽ മാറ്റം വരേണ്ടതില്ല. ഐ സെഡ് ദാറ്റ് ഐ വാസ് ബിസി എന്ന രീതിയിൽ മാറ്റിയാൽ മതി. മറ്റ് ഗ്രാമർ മാറ്റങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിനി വീണ്ടും ഇവിടെ പറയുന്നില്ല.
ഇവിടെ നമ്മൾ ഈ പ്രോനൗണിന് വരുന്ന മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് ഉദാഹരണത്തിലൂടെ പഠിക്കുന്നത്. ഇതാണ് ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിന് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡക്റ്റ് ചെയ്യുന്ന ആരാണിത് പറയുന്നത് എന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മളെ സെൻറ്റൻസിനകത്തെ പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെ പ്രോനൗണുകളിൽ മാറ്റം വരും. അത് പ്രധാനമായിട്ടും ഐ എന്നുള്ളതിൽ ഇത്തരത്തിലുള്ള ആരാണോ പറയുന്നത് എന്നതനുസരിച്ച് മാറ്റം വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോവാം. ദ സെക്കൻഡ് വൺ, പ്രോനൗൺസ് ഓഫ് ദ സെക്കൻഡ് പേഴ്സൺ യു in the direct speech are changed in indirect speech to the same person as the noun or pronoun which comes after the introductory verb. അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് പേഴ്സൺ പ്രയോഗമായിട്ടുള്ള യു എന്ന കേസ് വരുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. ആദ്യമായി നമ്മൾ അറിയേണ്ടത് യു എന്ന പ്രയോഗം വരണം എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു എന്ന് വേണം, ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു എന്ന് വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രൊഡക്ടറി വെർബിന് ശേഷം, അതായത് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം എന്തുണ്ടാവും? ഒരാളുടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു നൗൺ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉണ്ടാവും. ഒരാളോട് പറഞ്ഞു എന്നുള്ളത്, അത്തരത്തിൽ അയാളോട് പറയുമ്പോൾ അയാളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പിന്നെ ഇൻഡയറക്റ്റിലേക്ക് എഴുതേണ്ടത്. അയാളെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഇൻഡയറക്റ്റിലേക്ക് എഴുതേണ്ടത്. കൃത്യമായി ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം. ഉദാഹരണങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ദ ഇൻട്രൊഡക്ടറി വെർബ് വിൽ ബി ടോൾഡ് instead of said in the indirect speech and the preposition to is omitted. അതായത് ഇത്തരം കേസുകളിൽ ഒരാളോട് പറഞ്ഞു, ഹീ സെഡ് ടു ഹിം എന്ന രീതിയിൽ, ഹീ സെഡ് ടു മീ എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ വരുന്ന പ്രധാന മാറ്റം എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സെഡ് എന്ന് പറയുന്ന ഈ പ്രയോഗം ടോൾഡ് എന്നാക്കി മാറ്റണം. അതുപോലെ തന്നെ ടു എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാവും ഡയറക്റ്റിൽ, അത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ അതിനെ ഒഴിവാക്കണം, ഒമിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉദാഹരണങ്ങളിലൂടെ ഞാൻ വിശദമാക്കി തരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക, യു എന്ന പ്രയോഗം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രോനൗൺ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നൗൺ ഉണ്ടാവും നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷവും. സെഡ് എന്ന് പറഞ്ഞിട്ടും ആരോട് പറഞ്ഞു എന്നുണ്ടാവും. അപ്പോൾ അയാൾക്കനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൃത്യമായി യു എന്നുള്ളതിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഒരാളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ സെഡ് എന്ന് വരുമ്പോൾ തന്നെ അതിന് പകരമായിട്ട് നമ്മൾ ടോൾഡ് എന്നാക്കി മാറ്റണം. അതുപോലെ ടു എന്ന പ്രയോഗത്തെ ഒമിറ്റ് ചെയ്യുകയും വേണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, ഹീ സെഡ് ടു മീ യു ആർ ബ്യൂട്ടിഫുൾ. അവൻ എന്നോട് പറഞ്ഞു നീ സുന്ദരിയാണ്, അല്ലേ? അല്ലെങ്കിൽ സുന്ദരനാണ്. ആരോടാന്ന് പറഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല, ബ്യൂട്ടിഫുൾ ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഹീ സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു. ഇത്തരം കേസുകളാണ്. കാരണം നോക്കൂ, യു എന്ന പ്രയോഗം വരണം എന്നുണ്ടെങ്കിൽ ഒരാളോട് പറഞ്ഞു എന്ന് പറയണം, അല്ലേ? അതുകൊണ്ടാണ് ഹീ സെഡ് ടു മീ. കൃത്യമായ പ്രയോഗം നിങ്ങൾക്ക് കാണാം. ഹീ സെഡ് കഴിഞ്ഞിട്ടൊരു ടു ഉണ്ട്, അതിനുശേഷം ഒരു പ്രോനൗൺ, അല്ലേ? പ്രോനൗണിൻ്റെ മറ്റൊരു രൂപം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മീ. സോ ഹീ സെഡ് ടു മീ യു ആർ ബ്യൂട്ടിഫുൾ. അവിടെ യുവിന് എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? എങ്ങനെ മാറ്റും ഇൻഡയറക്റ്റിലേക്ക്? He told me that I was beautiful. He told me that. എന്നോടാണല്ലേ, മീ എന്ന പ്രയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് മാറ്റമാണ് വന്നത്? ഐ വാസ് ബ്യൂട്ടിഫുൾ എന്നായി മാറി. ഇവിടെ എന്താ ചേഞ്ച് ചെയ്തത്? ഹീ സെഡ് എന്നുള്ളത് എന്തായി? ടോൾഡ് എന്നായി. ടു എന്ന പ്രയോഗത്തെ നമ്മൾ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു, ഒഴിവാക്കി കളഞ്ഞു. സോ ഹീ ടോൾഡ് മീ എന്ന് മാത്രമായി, ടു എന്ന് വേണ്ട, ഹീ ടോൾഡ് മീ. ഇനി ദാറ്റ് ഉപയോഗിക്കുന്നു, കാരണം നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ദാറ്റ്. ഇനി യു എന്ന പ്രയോഗത്തിന് എന്ത് സംഭവിക്കുന്നു? ഐ എന്നായി മാറുന്നു. എങ്ങനെ? ഹീ സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു നീ, അല്ലേ, സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്. അത് നമ്മൾ മാറ്റുമ്പോൾ നീ എന്നുള്ളത് എന്തായി? ഞാൻ, കാരണം എന്നോടാണ് പറഞ്ഞത്. ഹീ ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു. കാരണം ഈ സംസാരിക്കുന്ന ആൾ ആരാണ്? ഈ മീ എന്ന് പറയുന്ന പ്രയോഗമാണ്. എന്നോട് പറഞ്ഞു ഞാൻ, അല്ലേ, സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്. സോ ഐ വാസ് ബ്യൂട്ടിഫുൾ എന്ന പ്രയോഗമായി മാറും. അതായത് നമ്മൾ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതാരോടാണ് പറഞ്ഞത് എന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ. അതായത് ആരോടാണോ പറയുന്നതെന്ന് കൃത്യമായി ആ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം മനസ്സിലാക്കിയതിൽ നിന്നാണ് നമ്മൾ യുവിനെ ഇവിടെ ഐ ആക്കി ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെ കൃത്യമായിട്ട് ഈ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഹീ സെഡ് ടു ഹർ യു ആർ ബ്യൂട്ടിഫുൾ. ഹീ സെഡ് ടു ഹർ, അവൻ അവളോട് പറഞ്ഞു യു ആർ ബ്യൂട്ടിഫുൾ, നീ സുന്ദരിയാണ്. കൃത്യമായി അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയാലേ നമുക്കതിനെ മാറ്റാൻ കഴിയുള്ളൂ, അല്ലേ? ഹീ സെഡ് ടു ഹർ യു ആർ ബ്യൂട്ടിഫുൾ എങ്ങനെ മാറ്റും? ഹീ ടോൾഡ് ഹർ ദാറ്റ് ഷീ വാസ് ബ്യൂട്ടിഫുൾ.
ഹീ ടോൾഡ് ഹർ. എങ്ങനെ മാറി? ഹീ സെഡ് ടു ഹർ എന്നുള്ളത് ഹീ ടോൾഡ് ഹർ എന്നായി. കാരണം സെഡ് ഒഴിവാക്കി നമ്മൾ ടോൾഡ് ഉപയോഗിക്കുന്നു, അതുപോലെ ടു ഒഴിവാക്കുന്നു. അങ്ങനെ ഹീ ടോൾഡ് ഹർ ദാറ്റ്. ഇനി യു ആർ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഷീ വാസ് ബ്യൂട്ടിഫുൾ എന്നായി മാറുന്നു. കാരണം എന്താ? നമുക്ക് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ടു ഹർ, അവളോട് പറഞ്ഞു എന്നാണ് അല്ലേ. എന്നോട് പറഞ്ഞു എന്നല്ല, അവളോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് അവളോട് പറഞ്ഞു നീ സുന്ദരിയാണ് എന്നുള്ളത് എന്തായി? അവൻ അവളോട് പറഞ്ഞു അവൾ സുന്ദരിയാണ് എന്നായി മാറും. നമുക്കതിൻ്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് പറയുമ്പോൾ തന്നെ അതിൻ്റെ മലയാളത്തിലൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഹീ സെഡ് ടു അശോക് യു ഹാവ് നോട്ട് ഡൺ യുവർ വർക്ക്. ഹീ സെഡ് ടു അശോക്, അവൻ അശോകിനോട് പറഞ്ഞു യു ഹാവ് നോട്ട് ഡൺ യുവർ വർക്ക്, നീ നിൻ്റെ ജോലി ചെയ്തിട്ടില്ല. യു എന്ന പ്രയോഗം അല്ലേ, എന്ത് മാറ്റമാണ് യുവിന് വരുന്നു എന്ന് നമുക്ക് നോക്കേണ്ടത്. ഇൻഡയറക്റ്റിൽ എങ്ങനെയാണ് ഈ സെൻറ്റൻസിനെ മാറ്റുന്നത് നോക്കാം. ഹീ ടോൾഡ് അശോക് ദാറ്റ് ഹീ ഹാഡ് നോട്ട് ഡൺ ഹിസ് വർക്ക്. ഹീ ടോൾഡ് അശോക് ദാറ്റ് അല്ലേ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഹീ സെഡ് ടു അശോക് എന്നുള്ളത് ഹീ ടോൾഡ് അശോക് ദാറ്റ്, അശോകിനോടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ മാറ്റാം യു എന്നുള്ളതിനെ? ദാറ്റ് ഹീ ഹാഡ് നോട്ട് ഡൺ ഹിസ് വർക്ക്. ഹാവ് എന്നുള്ളത് ഹാഡായി മാറി. നമുക്കറിയാം പ്രസൻ്റ് എല്ലാം എന്താവും? പാസ്റ്റായി മാറും റിപ്പോർട്ടർ സ്പീച്ചിൽ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹീ ടോൾഡ് അശോക് ദാറ്റ് ഹീ ഹാഡ് നോട്ട് ഡൺ ഹിസ് വർക്ക്. അശോകിനോട് അവൻ പറഞ്ഞു നീ നിൻ്റെ അല്ലേ എന്നുള്ളത് എന്തായി? അശോക് അവൻ്റെ ജോലി ചെയ്തിട്ടില്ല എന്നായി മാറി. യു ഹാവ് നോട്ട് എന്നുള്ളത് ഹീ ഹാഡ് നോട്ട് എന്നായി മാറി. സോ കൃത്യമായി നമുക്ക് കാണാം ഇവിടെ സെഡിന് ശേഷം അശോക് എന്ന് വന്നതുകൊണ്ട്, മറ്റൊരാളായി വന്നതുകൊണ്ട് തന്നെ, ഒരു നൗൺ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് യുവിനെ നമ്മൾ ഹീ ആക്കി മാറ്റി. ഇനി നമുക്ക് അവസാനമായി ഒരു എക്സാമ്പിളൂടെ പഠിക്കാം. അതോടുകൂടി കൃത്യമായി യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണിൻ്റെ പ്രയോഗം മാറ്റം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് എക്സാമ്പിൾ. ജെയിംസ് സെഡ് ടു പ്രിയ. ജെയിംസ് പ്രിയയോട് പറഞ്ഞു യു ഹാവ് നോട്ട് ഡൺ യുവർ ഡ്യൂട്ടി, നീ നിൻ്റെ ജോലി ചെയ്തിട്ടില്ല. ജെയിംസ് സെഡ് ടു പ്രിയ. ജെയിംസ് പ്രിയയോടാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, പ്രിയയോടാണ് പറയുന്നത്. അപ്പോൾ യു എന്ന് പറയുന്നിടത്ത് മാറ്റാൻ നമ്മൾ കൃത്യമായി അറിയണം എന്നർത്ഥം. എങ്ങനെയാണ് മാറുക? ജെയിംസ് ടോൾഡ് പ്രിയ ദാറ്റ്, ജെയിംസ് പ്രിയയോട് പറഞ്ഞു ദാറ്റ് ഷീ ഹാഡ് നോട്ട് ഡൺ ഹർ ഡ്യൂട്ടി. ഷീ ഹാഡ്, യു ഹാവ് എന്നുള്ളത് ഷീ ഹാഡായി മാറുന്നു. കാരണം പ്രിയയോടാണ് പറയുന്നത്, അതുകൊണ്ട് ഷീ എന്ന പ്രയോഗമാണ് ഉപയോഗിക്കേണ്ടത്. സോ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ മാറ്റം എന്നുള്ളത്. ആരോടാണ് പറയുന്നത് എന്നതിനനുസരിച്ചാണ് യു എന്ന പ്രയോഗത്തിൻ്റെ മാറ്റങ്ങൾ മാറുന്നത്. അപ്പോൾ യു എന്ന സെക്കൻഡ് പേഴ്സൺ പ്രോനൗണിൻ്റെ ചേഞ്ചസ് ആരോടാണോ പറയുന്നത് എന്ന്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം നൗൺ ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ യു എന്ന പ്രയോഗത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത കേസിലേക്ക് പോവാം. തേർഡ് പോയിന്റ്. പ്രോനൗൺസ് ഓഫ് ദ തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ് ഇൻ ദ ഡയറക്റ്റ് സ്പീച്ച് റിമെയിൻ സെയിം ഇൻ ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോനൗണുകളായ ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നും ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഒരു മാറ്റവും വരില്ല, സെയിം ആയിട്ട് തന്നെ നിലനിൽക്കുമെന്നാണ് പറയേണ്ടത്. അതായത് ഐ, യു എന്ന പ്രയോഗങ്ങളിൽ മാറ്റങ്ങൾ വരുമെങ്കിലും ഹി, ഷീ, ഇറ്റ് എന്ന മൂന്ന് പ്രോനൗണുകളിലും മാറ്റങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എക്സാമ്പിളിലൂടെ ഈ കാര്യത്തെ ഉറപ്പിക്കാം. ഫസ്റ്റ് വൺ, ഹീ സെഡ് ടു മീ ഷീ ഈസ് ഇൽ. ഹീ സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു. ഷീ ഈസ് ഇൽ, അവൾക്ക് സുഖമില്ല. ഷീ ഈസ് ഇൽ, അവൾക്ക് സുഖമില്ല എന്ന കാര്യം എങ്ങനെയാണ് മാറ്റിയത്? ഹീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഇൽ. ഹീ ടോൾഡ് മീ ദാറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അതായത് ടോൾഡ് എന്നാണ് ഉപയോഗിക്കുക വേറൊരാളോട് പറയുമ്പോൾ അല്ലേ. കാരണം ഹീ സെഡ് ടു മീ എന്നുണ്ട്, അതുകൊണ്ട് ഹീ ടോൾഡ് മീ ദാറ്റ് എന്നാക്കി മാറ്റണം. അതിൻ്റെ ഒപ്പം തന്നെ ഷീ ഈസ് ഇൽ എന്നുള്ളത് ഷീ വാസ് ഇൽ എന്നാക്കി ടെൻസ് മാറ്റുന്നു എന്നല്ലാതെ ഷീ എന്ന പ്രോനൗണിനൊരു മാറ്റവും വരുന്നില്ല. നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഹീ സെഡ് ടു ഹർ ഹീ ഈസ് ഇൽ. അടുത്ത സെൻറ്റൻസ് ആണ് ഹീ സെഡ് ടു ഹർ, അവൻ അവളോട് പറഞ്ഞു. ഹീ ഈസ് ഇൽ, അവന് സുഖമില്ല. സോ ഇനി നമ്മളത് എങ്ങനെ മാറ്റുന്നു? ഹീ ടോൾഡ് ഹർ ദാറ്റ്, അവളോടാണ് പറഞ്ഞത് അല്ലേ. അവൻ അവളോട് പറഞ്ഞു ദാറ്റ് ഹീ വാസ്
ഇൽ, അവന് സുഖമില്ലായിരുന്നു. ഹി എന്ന് തന്നെ മാറ്റമൊന്നുമില്ലാതെ നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നു. അതായത് പ്രോനൗണുകളായ ഹി, ഷീ, ഇറ്റ് ഇതിന് മൂന്നിനും ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഐ, യു എന്നീ പ്രയോഗങ്ങളിൽ കൃത്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അതുപോലെ ഹി, ഷീ, ഇറ്റിൽ കൃത്യമായ മാറ്റങ്ങൾ വരില്ല എന്നുള്ളതും പഠിച്ചു. നമുക്കിനി അവസാനമായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാം. ചെറിയ മാറ്റങ്ങൾ കൂടെ മനസ്സിലാക്കാം. The fourth point. When turning a sentence from direct into indirect speech, words showing nearness are changed into words showing distance. ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ഒരു പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് നമ്മുടെ നിയർനെസ് വാക്കുകളെല്ലാം ഡിസ്റ്റൻസ് വാക്കുകളായി മാറും. അതായത് അടുപ്പം തോന്നിക്കുന്ന വാക്കുകൾ, അടുത്ത് എന്ന് തോന്നിക്കുന്ന വാക്കുകളെല്ലാം ദൂരെ എന്ന അർത്ഥത്തിലേക്ക് മാറും അല്ലേ. അതായത് എക്സാമ്പിൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നൗ എന്നുള്ള വാക്ക് ദെൻ എന്നായി മാറും. ഡയറക്റ്റിൽ നൗ എന്ന് വന്നാൽ ഇൻഡയറക്റ്റിൽ ദെൻ എന്നായി മാറും. ഇത്തരത്തിൽ അടുപ്പം കാണിക്കുന്നതെല്ലാം ദൂരം, അകലം കാണിക്കുന്ന രീതിയിലേക്ക് മാറും ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ. അത് ഏതെല്ലാമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നൗ എന്ന പ്രയോഗം ദെൻ ആയി മാറും. ഹിയർ എന്നുള്ളത് ദർ എന്നാവും. ദിസ് എന്നുള്ളത് ദാറ്റ് ആയി മാറും. ദീസ് ദോസ് ആയി മാറും. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നായി മാറും. യെസ്റ്റർഡേ എന്നുള്ളത് ദ ഡേ ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്നായി മാറും. എഗോ എന്നുള്ളത് ബിഫോർ ആയി മാറും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നായി മാറും. ദസ് എന്നുള്ളത് സോ എന്നായി മാറും. ഹിദർ എന്നുള്ളത് തിദർ എന്നായി മാറും. ഹെൻസ് ദെൻസ് ആയി മാറും. നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്നുള്ളത് ദ ഫോളോയിങ് വീക്ക് അല്ലെങ്കിൽ ദ ഫോളോയിങ് മന്ത് എന്നായി മാറും. ഇത്തരത്തിൽ അടുപ്പമുള്ളതിനെയെല്ലാം അകൽച്ചയുള്ള വാക്കുകളാക്കി നമ്മൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കുന്നു. ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് സെൻറ്റൻസിനെ മാറ്റേണ്ടി വരുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നിങ്ങൾക്കിത് സഹായിക്കും. ഇത്രയുമാണ് ചേഞ്ച് ഓഫ് പ്രോനൗൺസ് ഫ്രം ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഫസ്റ്റ് പേഴ്സണായ ഐ, സെക്കൻഡ് പേഴ്സണായ യു, തേർഡ് പേഴ്സണായ ഹി, ഷീ, ഇറ്റ് ഇവ മൂന്നിലും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഹി, ഷീ, ഇറ്റിൽ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അടുപ്പം കാണിക്കുന്ന വാക്കുകളെല്ലാം അകൽച്ച കാണിക്കുന്ന രീതിയിലേക്ക് ഇൻഡയറക്റ്റിലേക്ക് മാറുമെന്നുള്ളതും പഠിച്ചു. ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ പാർട്ട് 2 ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇംപെററ്റീവ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളെ എങ്ങനെയാണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.